ഹലോ ഫ്രണ്ട്സ്, ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ മലാപ്പറമ്പ് ഹൈവേ 3 വരി ഓപ്പൺ ആയിരിക്കുകയാണ്. ഏപ്രിൽ 13 സൺഡേ വിഷുത്തലേന്ന് ആണ് ഉച്ചയോട് കൂടിയാണ് ഹൈവേ ഓപ്പൺ ആയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ കാഴ്ചകൾക്കൊപ്പം അറപ്പയ പാലത്തിൻ്റെ പുതിയ മാറ്റങ്ങളും ഈ വീഡിയോയിൽ തന്നെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായും തന്നെ കാണുക, കൂടെ ലൈക്കും നൽകുക. ഗതാഗത കുരുക്ക് അതിരൂക്ഷമായതിനെ തുടർന്ന് മിന്നൽ വേഗത്തിലാണ് ഇവിടെ ഹൈവേയുടെ 3 വരി പൂർത്തിയാക്കിയിരിക്കുന്നത്. അടുത്ത 3 വരിക്കായി ഇനിയും മണ്ണെടുത്ത് നീക്കാനുണ്ട്. ഒരു സൈഡിലെ സർവീസ് റോഡിൻ്റെ വർക്കും നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച പൈപ്പ് ലൈൻ മാറ്റി സ്ഥാപിക്കുന്ന വർക്ക് പൂർത്തിയാക്കിയതോടെ അതിവേഗം മണ്ണെടുത്ത് മാറ്റി ശേഷം CTSPയുടെ ഒക്കെ വർക്ക് തീർത്തു. ഇന്നലെ ടാറിങ്ങും കംപ്ലീറ്റ് ആക്കി ഹൈവേ ഇപ്പോൾ ഓപ്പൺ ആയിരിക്കുകയാണ്. വളരെ വലിയ ഗതാഗത കുരുക്കാണ് ഇവിടെ അനുഭവപ്പെട്ടിരുന്നത്. കഴിഞ്ഞ മാസം ഓവർപാസ് തുറന്നതോടെ ഓവർപാസിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തായി ജംഗ്ഷൻ രൂപപ്പെട്ടു. വളരെ വീതി കുറഞ്ഞ താൽക്കാലികമായി കിട്ടിയ ജംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ അവിടെ വലിയ ബ്ലോക്ക് ഉണ്ടാകാൻ കാരണമായി. ഇപ്പോഴും ആ ഒരു ജംഗ്ഷൻ ഉണ്ട് കേട്ടോ. ഹൈവേയിലൂടെ വടക്ക് ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ, അതായത് വെങ്ങളം ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങളാണ് പോകുന്നത്. തെക്ക് ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ, അതായത് തൊണ്ടയാട് ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ ഈ ഒരു താൽക്കാലികമായി കിട്ടിയ സർവീസ് റോഡിലൂടെ തന്നെയാണ് പോകുന്നത്. അതോടുകൂടെ വയനാട് ഭാഗത്ത് നിന്ന് തെക്കോട്ടേക്കും കോഴിക്കോട് ഭാഗത്ത് നിന്ന് തെക്കോട്ടേക്കുമുള്ള വാഹനങ്ങളൊക്കെ പോകുന്നത് ഈ ഒരു ജംഗ്ഷൻ വഴി തന്നെയാണ്. അപ്പോൾ ഈ ഭാഗത്ത് ഇനി പുതിയ മാറ്റങ്ങളൊക്കെ വീണ്ടും വരും. ഗതാഗത ക്രമീകരണമൊക്കെ മാറും അടുത്ത 3 വരിക്ക് വേണ്ടി മണ്ണെടുക്കുമ്പോൾ. എന്തായാലും നിലവിലെ സാഹചര്യം ഹൈവേ 3 വരി തുറന്നതോടെ അല്പം ബ്ലോക്കിന് പരിഹാരമായിട്ടുണ്ട്. പക്ഷേ കോഴിക്കോട് വയനാട് ദേശീയപാത ഇനിയും കുരുക്ക് തീരാനുണ്ട്. എന്തായാലും മലാപ്പറമ്പ് വർക്കിലെ വേഗത KMCയെ സമ്മതിച്ചു കൊടുത്തേ മതിയാവൂ. എന്ത് വേഗത്തിലാണ് ഓരോ വർക്കും ഇവർ ഇവിടെ തീർത്തുകൊണ്ടിരിക്കുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ ഇനി അറപ്പയിലേക്കാണ്. അറപ്പയ ഭാഗത്താണ് മറ്റൊരു ഗതാഗത കുരുക്ക് കൂടുതലുള്ള ഭാഗം. ഈ കാണുന്ന പഴയ 2 വരി പാലത്തിലൂടെയാണ് വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ കുരുക്കും ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തീരുമെന്നാണ് പറയാൻ പോകുന്നത്. അറപ്പയ പുതിയ പാലത്തിൻ്റെ വർക്കിൽ ടാറിംഗ് വർക്ക് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നടക്കും. അപ്രോച്ച് റോഡിൻ്റെ അടക്കം ഫുൾ വർക്ക് അവസാനിച്ചിട്ടുണ്ട്. പാലത്തിൻ്റെ ക്രാഷ് ബാരിയറുടെ കോൺക്രീറ്റ് വർക്കും ഏറെക്കുറെ കഴിഞ്ഞു. അപ്പോൾ ഇനി ടാറിങ്ങിലേക്കാണ് കടക്കേണ്ടത്. തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ ഇതിൻ്റെ ടാറിങ് നടന്നേക്കും. ഈ ആഴ്ച തന്നെ എന്തായാലും അറപ്പയുടെ ഒരു പുതിയ പാലം തുറന്നേക്കും.
അർപ്പയിലെ മൂന്നാമത്തെ പാലവും വളരെ വേഗത്തിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ പാലത്തിൻ്റെ പണിയെടുക്കുമ്പോൾ പൈലിംഗ് സമയത്ത് അടിയൊഴുക്ക് ശക്തമാണ്. പുഴയുടെ അടിഭാഗത്ത് ചരളാണെന്നൊക്കെ കേട്ടിരുന്നു. പക്ഷേ ഇപ്പോൾ ആ ഒരു പ്രശ്നമൊന്നും കാണുന്നില്ല. അതിവേഗമാണ് പൈലിങ്ങിൻ്റെ വർക്ക് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പൈലിംഗ് കഴിഞ്ഞ് പില്ലറുകളുടെ വർക്കിലേക്ക് വരെ കടന്നിരിക്കുകയാണ് ഇവിടെയൊക്കെ. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ ഹൈവേ അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.